ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിൻ്റെ സിലബസിലെ ടോപ്പിക്കായ റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന ഭാഗത്തു നിന്നും കേരള PSC, SSC, UPSC തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എക്സ്പ്ലനേഷനും ആണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. കൂടുതലും റിപ്പീറ്റായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നോക്കാം. First question, the rotational effect of a force about an axis is called dash. Answer is torque. അതായത് ഒരു വസ്തുവിനെ കറക്കാൻ ആവശ്യമായ ബലം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ടോർക്കാണ്. അപ്പോൾ എന്താണ് ഈ ടോർക്ക് എന്ന് വെച്ചാൽ, ടോർക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രീക്ക് ലെറ്ററായ ടോ വെച്ചിട്ടാണ്. നമുക്കതിൻ്റെ ഫോർമുല നോക്കാം. ടോ ഈസ് ഈക്വൽ ടു R ക്രോസ് എഫ്. ഇവിടെ R എന്ന് പറയുന്നത് ഡിസ്റ്റൻസും എഫ് എന്ന് പറയുന്നത് ഫോഴ്സുമാണ്, ബലവുമാണ്. അപ്പോൾ ടോർക്ക് എന്തിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഡിസ്റ്റൻസിനെയും ഫോഴ്സിനെയും. അപ്പോൾ ഈ ടോർക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഫോഴ്സൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും എക്സ്പെരിമെൻറ്റ് വഴിയൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ടോർക്ക് എന്ന ഒരു ഐഡിയ നമുക്ക് എങ്ങനെയും വിഷ്വലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രൂ ഉണ്ട്. നമുക്ക് ആ സ്ക്രൂ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ആ സ്ക്രൂ റിമൂവ് ചെയ്യാൻ നോക്കിയാൽ അത് ഭയങ്കര ഈസി ആയിരിക്കും? ഈസി അല്ല, പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ടൂൾ ഉപയോഗിക്കും. സാധാരണ സ്പാനറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പല സൈസിലുള്ള സ്പാനേഴ്സ് ഉണ്ടല്ലേ, ലെങ്ത് കൂടിയതുമുണ്ട്, ലെങ്ത് കുറഞ്ഞതുമുണ്ട്. അപ്പോൾ ലെങ്ത് കുറഞ്ഞ സ്പാനർ വെച്ചായിരിക്കുമോ നെട്ട് ഊരിയെടുക്കാൻ എളുപ്പം, അതോ ലെങ്ത് കൂടിയ സ്പാനർ വെച്ചിട്ടായിരിക്കുമോ എളുപ്പം? ലെങ്ത് കൂടിയ സ്പാനർ വെച്ചിട്ടായിരിക്കും നമുക്ക് സ്ക്രൂ റിമൂവ് ചെയ്യാൻ കൂടുതൽ എളുപ്പം. അതായത് കാരണം എന്താണ്? ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷനിൽ ആറല്ലേ, ആ ഡിസ്റ്റൻസ്. അതായത് നമ്മൾ ബലം കൊടുക്കുന്നത്, നീളമുള്ള സ്പാനർ ആകുമ്പോൾ നമ്മൾ ബലം കൊടുക്കുന്നത് ഒരുപാട് ദൂരത്തല്ലേ. അപ്പോൾ എന്താണ്? ടോർക്ക് കൂടും. കാരണം എന്താണ്? ടോർക്കിൻ്റെ ഇക്വേഷൻ നോക്കിക്കേ, R ക്രോസ് എഫ്. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ടോർക്ക് കൂടും. അപ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ടോർക്കിനെ പറ്റിയുള്ള ഒരു ഐഡിയ. അപ്പോൾ ടോർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്ത ചോദ്യം, ദ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു I ആൽഫ റെപ്രസെൻറ്റ്സ് ഡാഷ്. അതായത് ടോ ഈസ് ഈക്വൽ ടു I ആൽഫ എന്ന ഇക്വേഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോർ റൊട്ടേഷൻ. നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ അറിയില്ലേ, F ഈസ് ഈക്വൽ ടു ma എന്നുള്ളത്. അതിൻ്റെ റൊട്ടേഷണൽ ഫോമിലുള്ള ഇക്വേഷനാണ് ടോ ഈസ് ഈക്വൽ ടു I ആൽഫ. ഫോഴ്സിന് പകരം ഇവിടെ ടോയും, എമ്മിന് പകരം ഐയും, എക്ക് പകരം ആൽഫയും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഐ എന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ. അടുത്ത ചോദ്യം, ദ SI യൂണിറ്റ് ഓഫ് ടോർക്ക് ഈസ് ഡാഷ്. അതായത് ടോർക്കിൻ്റെ SI യൂണിറ്റ് എന്താണെന്നാണ്. ന്യൂട്ടൺ മീറ്റർ ആണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് F ഇൻറ്റു R. വർക്കിൻ്റെ SI യൂണിറ്റും ടോർക്കിൻ്റെ SI യൂണിറ്റും സെയിം ആണ്. പക്ഷേ ടോർക്ക് എന്ന് പറയുന്നത് ഒരു ടേണിങ് എഫക്റ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു തിരിയൽ അഥവാ കറങ്ങലിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു എനർജി അല്ല. ആ ഒരു ഡിഫറൻസ് ഉണ്ട്, അതൊന്ന് ഓർത്തു വച്ചേക്കണം. അടുത്ത ചോദ്യം, ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് L ആൻഡ് മാസ് M അബൌട്ട് ഇറ്റ് സെൻറ്റർ ഈസ് ഡാഷ്. അതായത് L നീളവും M മാസുമുള്ള ഒരു യൂണിഫോം റോഡ് അഥവാ ഒരു കമ്പിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ത്രൂ സെൻറ്റർ അബൌട്ട് ഇറ്റ് സെൻറ്റർ എത്രയായിരിക്കും എന്നാണ്. ഉത്തരം 1/12 ml², അഥവാ ml²/12. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എല്ലാ ഷേപ്സിലുള്ളതിൻ്റെതും പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇതേ ചോദ്യത്തിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെൻറ്ററിന് പകരം ഒരു 1 എൻഡ്, അതായത് ഒരു വശത്തോടെയുള്ളതാണെങ്കിൽ അത് എത്രയാവുമെന്നാണ് യൂണിഫോം റോഡിൻ്റെ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി I ഈസ് ഈക്വൽ ടു 1/3 ml², അല്ലെങ്കിൽ ml²/3 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഫോർ എ തിൻ സർക്കുലർ റിംഗ് ഓഫ് മാസ് M ആൻഡ് റേഡിയസ് R, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ ഡയമീറ്റർ ഈസ് ഡാഷ്. M മാസും R റേഡിയസുമുള്ള ഒരു റിംഗ്, ഒരു വളയത്തിൻ്റെ ഡയമീറ്ററിനെ ആസ്പദമാക്കിയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയെന്നാണ് ചോദ്യം. ഉത്തരം 1/2 mr², അല്ലെങ്കിൽ mr²/2. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ടാണ്.
അതായത് IX + IY = IZ will be mr². അപ്പോൾ ഈച്ച് ഡയമീറ്റർ വരുമ്പോൾ I mr²/2 എന്ന് വരും. അടുത്ത ചോദ്യം, ആംഗുലാർ മൊമെൻറ്റം L ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഗിവൻ ബൈ ഡാഷ്. അതായത് കറങ്ങുന്ന ഒരു വസ്തുവിൻ്റെ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? L = I⍵ ആണ് ഉത്തരം. L = I⍵. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആംഗുലാർ മൊമെൻറ്റം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെറ്റർ L വെച്ചിട്ടാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ Iയും ആംഗുലാർ വെലോസിറ്റി ഒമേഗയും. അപ്പോൾ L = I⍵. അപ്പോൾ അതൊരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസാണെങ്കിൽ L = R × P എന്ന് പറയാം. R എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും P എന്ന് പറഞ്ഞാൽ മൊമെൻറ്റവും. അടുത്ത ചോദ്യം, ഇഫ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ എ സിസ്റ്റം ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം ഡാഷ്. അതായത് ബാഹ്യബലമൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഉത്തരം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ടോർക്ക് എക്സ്റ്റേണൽ =dL/dt. dL/dt എന്താ? ആംഗുലാർ മൊമെൻറ്റം വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ആണ്. അപ്പോൾ അത് ടോർക്ക് എക്സ്റ്റേണൽ ടോർക്കിന് ഈക്വൽ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ടോർക്ക് എക്സ്റ്റേണൽ =0 എന്ന് പറഞ്ഞാൽ dL/dtയും 0 ആവും. സോ L = a കോൺസ്റ്റൻറ്റ്. അടുത്ത ചോദ്യം, എ സ്കേറ്റർ സ്പിൻസ് ഫാസ്റ്റർ വെൻ ഷീ പുൾസ് ഹെർ ആംസ് ഇൻ. ദിസ് ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് ഒരു സ്കേറ്റർ തൻ്റെ കൈകൾ ഉള്ളിലോട്ടാക്കി വെക്കുമ്പോൾ കറങ്ങുന്നതിൻ്റെ വേഗത കൂടുന്നു. ഇതിന് കാരണം എന്തെന്നാണ് ചോദ്യം. ഈ സ്കേറ്ററിന് പകരം ഡാൻസർ വെച്ചുമൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. വെൻ ആംസ് ആർ പുൾഡ് ഇൻ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ഡിക്രീസസ്. സോ ആംഗുലാർ സ്പീഡ് ഒമേഗ ഇൻക്രീസസ് ടു കീപ് L = I⍵, എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ്? ആംഗുലാർ മൊമെൻറ്റം കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പീഡ് കൂടുന്നത്. കാരണം എന്താ? കൈ അകത്തോട്ട് ആക്കുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞു പോണു. അപ്പോൾ ഇവിടെ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I കുറയുന്നതിന് പകരം എന്താണ്? ആംഗുലാർ സ്പീഡായ ഒമേഗ കൂടണം. അതുകൊണ്ടിട്ടാണ് ഇവിടെ എന്താണ് സ്കേറ്റർ കൈകൾ ഉള്ളിലോട്ടാക്കുമ്പോൾ ഫാസ്റ്റായിട്ട് സ്പിൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഗിവൻ ബൈ ഡാഷ്. അതായത് കറങ്ങുന്ന ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഉത്തരം ½I⍵². നമ്മുടെ നോർമൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ½mv² എന്നല്ലേ. അതിന് പകരം ഇവിടെ ½I⍵². മാസ് എമ്മിന് പകരം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ Iയും വെലോസിറ്റി Vക്ക് പകരം ആംഗുലാർ വെലോസിറ്റി ആയ ഒമേഗയും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ബാക്കി ചോദ്യങ്ങൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാം. താങ്ക്